പ്രവാസി മലയാളികളെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് ഓസ്ട്രേലിയയിലെ കെയ്ൻസിൽ പ്രശസ്ത ഗായിക റിമി ടോമിയുടെ സംഗീത നിശ അക്രമാസക്തമായി കലാശിച്ചു. ആസ്വാദനത്തിന്റെ കൊടുമുടിയിൽ നിന്ന ജനക്കൂട്ടത്തെ നിരാശയാക്കിക്കൊണ്ട് പരിപാടി പാതി വഴിയിൽ നിർത്തേണ്ടി വന്ന കലയെ സ്നേഹിക്കുന്നവർക്ക് വലിയ നഷ്ടമാണ് വരുത്തിവെച്ചിരിക്കുന്നത്. കേവലം ഒരു മദ്യപാനിയുടെ അഴിഞ്ഞാട്ടം എന്നതിനുപരി ഈ സംഭവത്തിന് പിന്നിൽ ആസൂത്രിതമായ ബിസിനസ് വൈരാഗ്യം എന്നാണ് COC ന്യൂസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. കെയ്ൻസിലെ മലയാളി സമൂഹത്തിന് ഏറെ പ്രതീക്ഷ നൽകിയിരുന്ന ഒരു പരിപാടിയായിരുന്നു റിമി ടോമി ഷോ. ആസ്വാദകരെ ആഹ്ലാദത്തിന്റെ പാരമ്യത്തിൽ എത്തിച്ചുകൊണ്ട് പരിപാടി മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ പരിപാടിയുടെ അവസാന ഘട്ടം എത്തിയപ്പോൾ ഒരു കൂട്ടം മദ്യപാനികൾ സ്റ്റേജിലേക്ക് അതിക്രമിച്ചു കടക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിലേക്ക് വഴിവെക്കുകയായിരുന്നു. സംഘാടകർ ഇതിന് അനുവാദം നൽകാതിരുന്നതാണ് ആക്രമണത്തിന് തുടക്കമിട്ടത് എന്നതാണ് പ്രാഥമിക നിഗമനം. സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചിലരെ ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. തലനാരിടയ്ക്കാണ് റിമി ടോമി വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് എന്നതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. കലാകാരന്മാർക്കും ആസ്വാദകർക്കും സുരക്ഷ ഒരുക്കേണ്ട വേദികളിൽ ഇത്തരം അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറുന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. COC ന്യൂസിന്റെ വിശദമായ അന്വേഷണത്തിലാണ് ഈ ആക്രമണ സംഭവത്തിന് പിന്നാലെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം പുറത്തു വന്നിരിക്കുന്നത്. കേവലം മദ്യപിച്ച് ലക്കുകെട്ട ചിലരുടെ അഴിഞ്ഞാട്ടമായിരുന്നില്ല ഇത്, മറിച്ച് കെയ്ൻസിലെ മലയാളി സമൂഹത്തിലെ ചില പ്രമുഖർക്കിടയിൽ ഉണ്ടായിരുന്ന ബിസിനസ് വൈരാഗ്യമാണ് ഈ ആക്രമണത്തിന് നയിച്ചതെന്നാണ് COC ന്യൂസ് കണ്ടെത്തിയിരിക്കുന്നത്. ഒരു ബേക്കറി മുതലാളിയും ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി മുതലാളിയും ഒരു നഴ്സിംഗ് ഹോം മാനേജറും അവരുടെ സഹായികളും ചേർന്നാണ് ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നാണ് റിപ്പോർട്ട്. ഇത്തരം പരിപാടികളിലൂടെ തങ്ങളുടെ ബിസിനസ് ശത്രുക്കൾക്ക് പ്രശസ്തി ലഭിക്കുന്നത് തടയാനും അവരെ അപകീർത്തിപ്പെടുത്താനും വേണ്ടിയാണ് ഈ ആക്രമണം ആസൂത്രണം ചെയ്തത് എന്നാണ് സൂചനകൾ. കലാരംഗത്തെ ഉപയോഗിച്ച് വ്യക്തിഗത വൈരാഗ്യങ്ങൾ തീർക്കാൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റം നിന്ദ്യമായ പ്രവൃത്തിയാണ്. ഇത് മലയാളി സമൂഹത്തിന് മൊത്തത്തിൽ നാണക്കെടുത്തുന്ന ഒന്നായി മാറിയിട്ടുമുണ്ട്. മദ്യപിക്കാം, ഡാൻസ് ചെയ്യാം, ആഹ്ലാദിക്കാം, എല്ലാത്തിനും പരിധികൾ ഉണ്ടാകണം എന്ന അടിസ്ഥാന തത്വം കാറ്റിൽ പറത്തിയാണ് ഈ ആക്രമണം അരങ്ങേറിയിരിക്കുന്നത്. അന്തസ്സും ആഭിജാത്യവും ശ്രേഷ്ഠമായ വ്യക്തിത്വവും കാത്തുസൂക്ഷിക്കുന്നതിലെ പക്വതയില്ലായ്മ കാരണം മലയാളികൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അപഹാസ്യരാകപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഒരു മികച്ച സമൂഹമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് ഇതൊരു തിരിച്ചടിയായിരിക്കുകയാണ്. ഓസ്ട്രേലിയ പോലുള്ള ഒരു വികസിത രാജ്യത്ത് അവിടുത്തെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇത്തരം ആക്രമണങ്ങൾ നടന്നത് എന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. നിയമവാഴ്ചയെ ബഹുമാനിക്കാതെ മുന്നോട്ടു പോകുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു. ഈ സംഭവത്തിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം കെയ്ൻസിലെ മലയാളി സമൂഹത്തിൽ ശക്തമായിട്ടുണ്ട്. മാന്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മലയാളി പോലും ഇത്തരം പ്രവണതകളെ അംഗീകരിക്കുന്നില്ല. അക്രമികൾക്കെതിരെ യാതൊരുവിധ വിട്ടുവീഴ്ചയും പാടില്ല എന്നാണ് COC ന്യൂസ് സംഘാടകരോട് ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒത്തുതീർപ്പിനാണ് സംഘാടകർ ശ്രമിക്കുന്നതെങ്കിൽ അത് അവരെ വിശ്വസിച്ച് പരിപാടിയിൽ പങ്കെടുത്ത ആളുകളോടുള്ള വഞ്ചനയായിരിക്കും. കലാപരിപാടികൾക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ടതും അക്രമികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതും സംഘാടകരുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. ഈ സംഭവത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ഭാവിയിൽ ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സംഘാടകരും മലയാളി സമൂഹവും ജാഗ്രത പാലിക്കേണ്ടതുമാണ്. കലയെ സ്നേഹിക്കുന്നവർക്ക് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടാവാതിരിക്കാൻ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. നിയമവാഴ്ചയെ ബഹുമാനിക്കാത്തവർക്ക് തക്കതായ ശിക്ഷ ലഭിച്ചാൽ മാത്രമേ സമാധാനപരമായ സഹവർത്തിത്വം ഉറപ്പാക്കാൻ സാധിക്കൂ. കെയ്ൻസിലെ മലയാളി സമൂഹം ഈ വിഷയത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തുകയും ഇത്തരം സാമൂഹിക വിരുദ്ധരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.